ഹായ് ഫ്രണ്ട്സ്, ഞാൻ നിങ്ങളുടെ പാറുവാണ്. ഇന്ന് നമ്മളിവിടെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ട ചേരുവകൾ ഒരു വെസ്റ്റേൺ ബ്രേക്ക്ഫാസ്റ്റ്. അതായത് ഞങ്ങൾ ഒരു സൺഡേയിലൊക്കെ രാവിലെ കുറച്ച് ലേറ്റായിട്ട് എഴുന്നേറ്റിട്ട് നമ്മൾ പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി കാട്ടിക്കൂട്ടുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ്, എന്നാൽ ഹെൽത്തിയാണ് താനും. അതിന് വേണ്ടി ഇൻഗ്രീഡിയൻസ് ഇത് ബ്രോക്കോളിയാണ്. ബ്രോക്കോളി ഇവിടെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് ഇവിടെ നമ്മൾ 4 കോഴിമുട്ട എടുത്തിട്ടുണ്ട്. പിന്നെ ചീസാണ് വേണ്ടത്, ചീസ് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് ഈ ബ്രോക്കോളി നമ്മളിവിടെ വെള്ളം തിളയ്ക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ തിളയ്ക്കുന്ന വെള്ളത്തിലോട്ട് നമ്മൾ ഈ ബ്രോക്കോളി ഒന്ന് ഇട്ട് കൊടുക്കുക. നമുക്ക് വെയിറ്റ് ചെയ്യാവേ. ഇത് തിളച്ച് വരുന്നതിന് വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം, കാരണം ഇതൊന്ന് വാടിക്കിട്ടണം നമുക്ക്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഇത് നമുക്ക് പെട്ടെന്ന് രാവിലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്നതാണ്. ബ്രോക്കോളി നാട്ടിലിപ്പോൾ അവൈലബിൾ ആണ്. അപ്പം അത് വാങ്ങിച്ച് മുട്ടയും ചീസും ഉണ്ടെങ്കിൽ നമുക്കിത് നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് പെട്ടെന്ന് എല്ലാവർക്കും രാവിലെ എഴുന്നേറ്റിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു സാധനമാണ്. നമുക്കിത് എങ്ങനെയാണ് നമ്മൾ ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാവേ. നമുക്കിത് ഇതിലോട്ട് കോരിയെടുക്കാം. ഇതിലേക്ക് കുറച്ച് പച്ചവെള്ളം ഒഴിച്ചിട്ട് നമ്മളിങ്ങനെ എടുക്കണം. ഓക്കെ, നമ്മൾ ബ്രോക്കോളി ഇവിടെ ഒന്ന് ബോയിൽ ചെയ്ത വെള്ളത്തിൽ ഇട്ട ബ്രോക്കോളി പിന്നെ എടുത്ത് തണുത്ത വെള്ളത്തിൽ ഇട്ടിട്ട് അത് അരിഞ്ഞ് വെച്ചപ്പോണ്ട് ഇത് നമുക്ക് ഈ ബൗളിലോട്ട് ഇടാം. നമ്മളൊരു ബൗളെടുത്തിട്ട് അതിലേക്ക് മുട്ട പൊട്ടിച്ചൊഴിക്കുക. കുഞ്ഞാവാനായിട്ട് ഇതിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ട് കുരുമുളക് പൊടി ഇടുക. ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ഇടുക. നമ്മളിതിനെ ഒരു ബീറ്റർ വെച്ച് കൊടുക്കുക. ഇതിലേക്ക് ഇത് കുറച്ച് ചീസാണ്. ചീസ് എടുത്ത് നമ്മൾ ഇതിലേക്കൊന്ന് അരിഞ്ഞിട്ട് കൊടുക്കുക. ചെറുതായിട്ടൊന്ന് നിങ്ങളുടെ ഇഷ്ടത്തിനിടാം. നമ്മളിവിടെ നമ്മൾ ബ്രോക്കോളി ഇട്ട് കൊടുക്കുക. ഒരു ഫ്രൈങ് പാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ചെറുതായിട്ട് ഇപ്പം ഞാൻ ഒലിവ് ഓയിൽ ഒഴിക്കുന്നത്. നിങ്ങൾക്ക് സൺഫ്ലവർ ഓയിൽ ഇഷ്ടമുള്ളവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം. അതല്ല വെളിച്ചെണ്ണ ഒഴിക്കണ്ട, സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. ഇപ്പം ഞാൻ ഇവിടെ ഉള്ളത് ഇതായതുകൊണ്ട് ഒലിവ് ഓയിൽ ഉപയോഗിക്കുകയാണ്. അതിങ്ങനെ ഒന്ന് ആക്കി കൊടുക്കുക.
ഇനി ഇതിവിടെ ഒന്ന് വേവട്ടെ. വെന്ത് കഴിഞ്ഞിട്ട് നമുക്ക് തിരിച്ചിടാം. നമുക്കിത് പാകമായൊന്ന് നോക്കാം. കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. കുറച്ച് പെപ്പർ പൗഡർ ഇടാം. നമുക്ക് ഓഫ് ചെയ്യാം. നമ്മുടെ ബ്രോക്കോളി ഓംലെറ്റ് റെഡി. കഴിച്ച് നോക്കാം. നല്ല ടേസ്റ്റും ഉണ്ട്, ഹെൽത്തിയാണ് ഇത്. ബ്രോക്കോളിക്കാണെങ്കിൽ എല്ലാവർക്കും ഒരു മണം ഇഷ്ടമാവത്തില്ല. അപ്പോൾ നമുക്ക് കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ അവരത് കഴിക്കുകയും ചെയ്യും, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റും ആവും. ഓക്കെ, അപ്പോൾ ഇനിയും ഒരു പുതിയ വീഡിയോയുമായി നാളെ കാണാം. വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ബെൽ ബട്ടൺ പ്രസ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അപ്പോൾ നാളെ നമുക്ക് വേറൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.